നമ്മൾ ആര് മരിക്കുമ്പോഴാണെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അത് മര്യാദക്ക് എൻ്റെ വാപ്പ ഹജ്ജ് ചെയ്ത്, അല്ലെങ്കിൽ ഞാനും ഓളും പോയി ഹജ്ജ് ചെയ്തിട്ട് വന്നതാണ്, ഞാനും അവളും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ, ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാൻ എന്തോ കയ്യിലുണ്ട് എന്ന ധൈര്യമാണ്. മാത്രമല്ല, ഒന്ന് പരിശോധിച്ച് നോക്കുക, ഹജ്ജിനെ പറ്റി പറഞ്ഞ ഹദീസുകളൊക്കെ. മൻ ഹജ്ജലില്ലാഹി വലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഹജ്ജ്, ആ ഹജ്ജിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളൊന്നുമില്ലാതെ, റഫസോ അധർമ്മങ്ങളോ ഒന്നുമില്ലാതെ ഒരാൾ ചെയ്താൽ അവൻ ഉമ്മ പ്രസവിച്ചതുപോലാണെന്നാണ്. പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കും, പടച്ചോനെ വൈകിപ്പോയല്ലോ, കുറച്ച് നേരത്തെ എനിക്ക് ഈ ബോധമൊക്കെ ഉണ്ടാകണം, ഞാൻ അന്ന് മുതലൊരു നല്ല മുസ്ലിമായി ജീവിച്ചിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിക്കൂല. അപ്പം നമുക്ക് ജനിക്കാൻ പറ്റും, ജനിക്കാൻ പറ്റുന്ന പറയണത്. ഇനിയും നമുക്ക് ജനിക്കാൻ പറ്റും, ഒരു നല്ലവനായി പാപങ്ങളില്ലാത്തവനായി ജീവിച്ച് മരിച്ചു പോകാൻ പറ്റുന്നു. എപ്പോ? ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാണ്. എത്ര വലിയ അവസരമാണ് സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയിൽ നിന്ന് നമുക്ക് അനുവദിച്ചു തരുന്നത് എന്നാണ്.